നമസ്കാരം. വിയറ്റ്നാമിൽ 58,000 സൈനികർ മരിച്ചെന്ന് പറഞ്ഞില്ല അമേരിക്കയുടെ. അതുപോലെ ഇറാഖിൽ ഒരുപാട് 10-20,000 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ അംഗവൈകല്യം വന്നതും. അമേരിക്കക്കാർക്ക് ഇതൊന്നും വലിയ സുഖമുള്ള കേസല്ല. അവർക്ക് സുഖിക്കുക, അവർക്ക് കൊല്ലാന്ന് വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ ആകാശത്ത് കൂടി കൊല്ലുക, അതൊക്കെ അവർ കൈയടിക്കും. പക്ഷേ ഇൻഫൻട്രി, ഞാൻ പറഞ്ഞില്ല, കാലാൾപ്പട കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും നാശം വരും. അപ്പോൾ ഡെഡ് ബോഡികൾ അമേരിക്കക്ക് വന്നുകൊണ്ടിരിക്കും. അതൊന്നും അമേരിക്കക്കാർക്ക് ഇഷ്ടമല്ല. കുറേ പേടിയുണ്ട് ഇവരുണ്ട്. അവരുടെ അടുത്ത് ന്യൂവെസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു അഹങ്കാരവും പിന്നെ കൊല്ലാനുള്ള മോഹമൊക്കെ അവന്മാരുടെ അടുത്തുണ്ട്. അവർ വലിയ വെളുത്ത ആൾക്കാർ അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഡെത്ത് കാഷ്വാലിറ്റി കൂടി വരുമ്പോൾ, ഈ ഡെഡ് ബോഡികളുടെ വരവ് കൂടുമ്പോൾ ട്രംപിനൊക്കെ ജനങ്ങൾ മറക്കും, ജനങ്ങൾ ഇറങ്ങും. ഇപ്പം 58,000 പേര് വിയറ്റ്നാമിൽ, 3,000-ത്തിനടുത്ത് ഇറാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ 4,000-ന് മേലെ. പരിക്ക് പറ്റിയത് 20,000-നൊക്കെ മേലെയാണ് ഓരോ രാജ്യത്തും. ഈ ഭടന്മാർക്ക് അതേപോലെ തന്നെ വിയറ്റ്നാമിൽ ജനരോഷം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ജനരോഷം പൊട്ടിപ്പുറപ്പെട്ട്. നിങ്ങൾ ആരെങ്കിലും അപ്പക്കാലിപ്സേ നൗ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടോ? റാംബോ, ഫസ്റ്റ് ബ്ലഡൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന അവർക്കുള്ള ഇതാണ് റാംബോയിൽ കാണിക്കുക, ഫസ്റ്റ് ബ്ലഡിൽ. ആ സൈനികനുള്ള അവഗണന. അപ്പക്കാലിപ്സിൽ നൗവിൽ കാണിക്കുന്നത് യുദ്ധത്തിൻ്റെ ഭീകരത. ഓർഡർ ഇടണവന്മാർക്ക് അവിടെ ഇരുന്നാണ് ആർഡർ ഇട്ടാൽ മതി. ഫീൽഡിൽ ഇറങ്ങി കളിക്കണവർ തോറ്റ് ചെറിയൊരു രാജ്യം. എന്നിട്ട് അവസാനം അവർ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു രാസബോംബൊക്കെ വിയറ്റ്നാമിൽ ഉപയോഗിച്ച് കണ്ണീച്ചോരില്ലാണ്ട്. പക്ഷെ തോറ്റോടി എന്ന് പറഞ്ഞാൽ തോറ്റോടി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എങ്ങനെ ഓടി, ഇറാഖിൽ നിന്ന് എങ്ങനെ ഓടി? പറഞ്ഞെന്താ, എഗ്രിമെൻ്റ് വെച്ച് നമ്മളെ ലക്ഷ്യം പൂർത്തിയായി, ഒസാമ ബിൻ ലാദനൊക്കെ കൊന്നില്ല, ഇനി വേണ്ട. അതൊന്നുമല്ല, ജനങ്ങളെ ആവശ്യപ്പെട്ട് അന്യരാജ്യത്ത് കൊണ്ട് ഇങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്ത് ബോംബ് പൊട്ടിച്ച് കളിക്കാണ്ട് രാജ്യത്തെ ആഭ്യന്തര വളർച്ചയ്ക്ക് ശ്രദ്ധിക്കാൻ ജനങ്ങൾ പ്രക്ഷോഭം കൂട്ടി. അല്ല, അമേരിക്ക എല്ലാം തികഞ്ഞിങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ഗ്രൗണ്ടിൽ ഇങ്ങനെ കൈയടിച്ച് കൊടുത്താൽ മക്കളെ. പിന്നെ യുദ്ധത്തിനെ പറ്റി വേറെ ഞാൻ പറഞ്ഞത്, കരയുദ്ധത്തിന് ഇറങ്ങി ലാസ്റ്റ് കടുങ്കൈക്ക് ചിലപ്പോൾ ഇസ്രായേൽ കൊണ്ടുപോയി ബോംബിടുമെന്ന് പറഞ്ഞു ഇവിടെ ഇറാനിൽ. അങ്ങനെ ചെയ്താൽ ഉത്തര കൊറിയയുടെ അടുത്തുണ്ട് ഈ മുതൽ, അതവർ ഇറാന് കൊടുക്കും. അത് ഇറാന് കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ അത് യൂസ് ചെയ്യും. പിന്നെ ബ്രിട്ടനും ഫ്രാൻസ് ഇപ്പം ഇതിൽ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാനഡ വരണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ അതൊരു കഷ്ടിയായി മാറിയാൽ വേറൊരു അപകടം വരാനുണ്ട്. ഇവിടെ ചൈന ഇവരെ സപ്പോർട്ട് ചെയ്യും, സെക്കൻഡ് റഷ്യ വരും. അപ്പോൾ ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിലാവും. പിന്നെ മാലപ്പടക്കത്തിന് തീ കൊടുത്താൽ ആദ്യമാകുമ്പോൾ ഇവനെ ഇവിടെ നിക്കുലപ്പെടുത്തപ്പെടും. ഈ ലോകം പലവട്ടം നശിപ്പിക്കാനുള്ള ആറ്റം ബോംബുകൾ, ഹൈഡ്രജൻ ബോംബൊക്കെ കരുതി വെച്ചിട്ടാണ് മറ്റവനോട് ഇത് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞത്. ഈ ആറ്റം ബോംബൊക്കെ ബ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഇതുണ്ട്. കുറേ പേരുടെ പാസ്വേഡൊക്കെ അടിച്ചാലേ അത് ലോഞ്ചിങ് ആവുകയുള്ളൂ. തലക്ക് വെളിവില്ലാത്ത അവന്മാരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ എന്ത്? അതായത് ഇത് സേഫ്റ്റിക്കും വേണ്ടിയാണ് ഈ പാസ്വേഡൊക്കെ വെച്ചേക്കണം. അതായത് 3-4 ആൾ കൂടി ചിന്തിച്ച് കൂട്ടായ്മയിലേ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തലക്ക് ഇല്ലാത്തവൻ്റെ അടുത്താണ് ഈ സാധനം എങ്കിൽ എന്താവും? ആറ്റം ബോംബ് പറ്റിയ അമേരിക്കക്കാരനൊന്നുമില്ല, എല്ലാവർക്കും പറ്റും, ഇസ്രായേലിനും പറ്റും. കുറച്ച് അഹങ്കാരം കൂടിപ്പോയി. കാരണം അമേരിക്ക ഇപ്പോൾ എല്ലാ സ്ഥലത്തെയും പ്രശ്നങ്ങളും തീർത്ത് ഭരണ സുരക്ഷ ഉറപ്പാക്കി നല്ല സൽഭരണമൊക്കെ നടത്തി കഴിഞ്ഞിപ്പോൾ അമേരിക്ക ഈ പറഞ്ഞ തീവ്രവാദ രാഷ്ട്രങ്ങളൊക്കെ ഒന്ന് നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇന്ത്യയിലേക്ക് നോക്കുക. ചേടാ, ഇവിടെ ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിക്കുന്നുണ്ടല്ലോ, ഇവിടെ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ പശുവിനെ കൊണ്ടുവന്ന് വരെ കൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു സുഖമില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞാലോ എന്ന് ട്രംപിന് തോന്നിയാലോ അപ്പോഴും കൈയടിക്കുക നിങ്ങൾ. മറ്റൊരു രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൈയിടേണ്ട മുതലാളിയല്ല ട്രംപ്. ഇവിടെയാണ് പോയിൻ്റ്. അല്ലാണ്ട് ഇപ്പം നമ്മളിരുന്ന് കൈയടിച്ച് ചില ആൾക്കാർ കൊടുത്തോ അനുഭവിക്കുമ്പോൾ എല്ലാവരും അനുഭവിക്കും. ഈ ഹോർമോസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ 9,000 കിലോമീറ്റർ ചുറ്റണം ഒരു കപ്പൽ. അപ്പോൾ സാധനങ്ങളുടെ വില എത്രയാവും? ഇന്നിപ്പോൾ ഗ്യാസിന് വില കൂടി. ടുഡേ പറഞ്ഞില്ല 60 രൂപ ഡൊമസ്റ്റിക്.
അല്ലാത്ത വാണിജ്യ ആവശ്യത്തിനുള്ളത് 100 കൂടി 7-ാം ദിവസം. ഇനി അനുഭവിക്കാൻ പോകണുള്ളൂ. അതേപോലെ തന്നെ ഭക്ഷ്യ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കയറ്റുമതി ഷിപ്പിലൂടെ നടക്കണ ഗൾഫിലേക്കൊക്കെ എവിടെയൊക്കെ ചിറ്റിയിട്ടാണ് ഇനി ഗൾഫിലെത്തുക. ഞാൻ പറഞ്ഞില്ലേ, ഹോർമൂസ് കടലിൽ ഇടുക്കിൽ ഇവർ റോക്കറ്റ് ലോഞ്ചറും ഇവ സെറ്റപ്പൊക്കെ ആയിട്ട് പർവ്വതങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു ഷിപ്പിംഗ് കമ്പനി ഓയിൽ ടാങ്കർ അതിലേക്ക് കൊണ്ടുപോകാൻ റിസ്ക് എടുക്കില്ല. എണ്ണയ്ക്ക് തീ പിടിച്ചാൽ പിന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എന്ത് ചെയ്യണം? മെല്ലെ ന്യൂട്രലായിട്ട് നിർത്തി പോകുകയാണ് അമേരിക്കക്ക് നല്ലത്. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കണമെന്ന് ഇപ്പോഴും വേണ്ടിയിട്ടില്ല. അല്ല, ഇന്ത്യക്കും ഓപ്ഷൻ ഉണ്ട്. കാരണം അമേരിക്കയിൽ 55 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അവരൊക്കെ ഒറ്റയടിക്ക് പോയി അവിടുന്ന് കയറ്റി വിട്ട് എന്ത് ചെയ്യും? അതേപോലെ കയറ്റുമതി, നികുതി, അതൊക്കെ അതൊക്കെ പ്രശ്നമാണ്. ഫുള്ളങ്ങനെ മോദിനെ പറയാനും പറ്റൂല. എന്നാലാ പറ്റാണ്ട് മുട്ടുകുത്തി നിൽക്കാനും പാടില്ല ഇന്ത്യ. അങ്ങനെയുമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. കണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഇടുന്ന വീഡിയോനൊക്കെ. അപ്പോൾ നമസ്കാരം.